ചേർത്തല തൈക്കാട്ടുശ്ശേരിയിൽ മോഷണ ശ്രമം തടയാൻ ശ്രമിച്ച വിദ്യാർത്ഥിക്ക് പരിക്ക്. പൂച്ചാക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തൈക്കാട്ടുശ്ശേരിയിൽ മോഷണ ശ്രമം തടയാൻ ശ്രമിച്ച വിദ്യാർത്ഥിക്ക് പരിക്ക്. പൂച്ചാക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. രാവിലെ ട്യൂഷന് പോയ ശേഷം സ്കൂളിലേക്ക് പോകുന്നതിനായി വസ്ത്രം മാറാൻ തിരികെ വീട്ടിലെത്തിയ തൈക്കാട്ടുശ്ശേരി അടുവ തെക്കേ തൈനിക്കര വീട്ടിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഫെബിൻ വീട് തുറന്ന് കിടക്കുന്നത് കാണുന്നത്. വീടിനകത്ത് കയറിയ ഫെബിൻ കാണുന്നത് മോഷ്ടാവ് അലമാര കുത്തി തുറക്കാൻ ശ്രമിക്കുന്നതാണ്. തുടർന്ന് മോഷ്ടാവിനെ തടയുവാൻ ശ്രമിച്ചെങ്കിലും മോഷ്ടാവ് വീട്ടിൽ കിടന്ന ക്രിക്കറ്റ് ബാറ്റ് ഉപയോഗിച്ച് ഫെബിന്റെ മുട്ടിലും കാലിലും മർദ്ദിച്ചു. കൂടാതെ മുറിച്ചേറിയ ആയുധം ഉപയോഗിച്ച് കയ്യിലും ദേഹത്തും ഉപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു. ഫെബിൻ ശബ്ദമുയർത്തിയപ്പോൾ സമീപവാസികൾ ഓടിക്കൂടുന്നത് കണ്ട മോഷ്ടാവ് കടന്നു കളയുന്നതിനിടയിൽ ഫെബിന്റെ വീട്ടിലെ പട്ടിയുടെ കടിയും മോഷ്ടാവിനെ ഏറ്റിട്ടുണ്ട്. തുടർന്ന് മുട്ടിനും ശരീരത്തും സാരമായി പരിക്കേറ്റ ഫെബിനെ സമീപവാസികൾ ആശുപത്രിയിൽ എത്തിച്ചു. അലമാര തുറക്കുന്നതുകൊണ്ട് കൊച്ചു പിടിച്ച് കൊച്ചുമായിട്ട് ഉരുട്ടിപ്പിടിച്ചെന്നാണ് എന്റെ അറിവ്. അത് അതിനകത്തൊരു പട്ടി ഉണ്ടായിരുന്നു. ആ പട്ടിയെ മറ്റേ ഇങ്ങനെ ചാടി കമ്മിയെന്നോ. എന്നിട്ട് ഈ പയ്യൻ പിന്നെ ബാറ്റ് കൊണ്ട് അവന്റെ വീട്ടിലിരുന്ന ബാറ്റ് കൊണ്ട് അവന്റെ മുട്ടടിച്ച് തകർത്തവൻ. എന്നിട്ട് കയ്യിലൊക്കെ ഒരു പോറലുണ്ട്. എന്തുകൊണ്ടാണ് പോറിയെന്ന് അറിയില്ല. അപ്പൊ ഇവൻ ഈ കൊച്ചിനെ കണ്ട് ഭയന്ന് ഇവൻ പുറത്തായി ഉപദ്രവിച്ച് പുറത്തേക്ക് പോവുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ നാട്ടുകാർ അവിടെയൊക്കെ തപ്പിയെങ്കിലും കണ്ടില്ല. അത് കഴിഞ്ഞ് കുറ്റക പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. പോലീസ് വന്നു. അതിനുശേഷം കൊച്ചിനെ തൈക്കാട്ടുശ്ശേരി ആശുപത്രി കൊണ്ടുപോയി. അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ആംഗിൾ ക്യാപ്പ് കാലിലിട്ടുകൊണ്ട് മുട്ടിന് പാദം മൂലം മുട്ടുവരെ ഇട്ടുകൊണ്ട് കൊച്ചിനെ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് ആ കൊച്ചിനെ ലിസിയില് സ്കാൻ ചെയ്യാൻ കൊണ്ടുപോയിരിക്കുകയാണ്. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മാതാവ് പിയെ രാവിലെ ജോലിക്ക് പോയതിനാൽ മറ്റാരും വീട്ടിലുണ്ടായിരുന്നില്ല. ആലപ്പുഴ എസ്പിയും പൂച്ചാക്കൽ പോലീസും സ്ഥലത്തെത്തി കേസെടുത്ത അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മോഷ്ടാവിനായുള്ള തിരച്ചിൽ ഊർജിതമാക്കി.